രണ്ട് സുപ്രധാന തീരുമാനങ്ങൾ, കോടതിയുടെ തീരുമാനങ്ങളോട് ശ്രദ്ധപ്പെടാനിടയായി ഈ ആഴ്ച. അതിൽ ഒന്നെന്ന് പറയുന്നത് കരിങ്കൊടി പ്രയോഗമാണ്. നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ച എന്ന് പറയുന്ന കേസിൽ അവർക്കെതിരെ കേസെടുത്തപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ആരോ കോടതി പോയതാണ്. കോടതി അവസാനം അത് വ്യക്തമാക്കി. കരിങ്കൊടി കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രൊട്ടസ്റ്റ് മാത്രമാണ്, അതൊരു ക്രിമിനൽ കുറ്റമല്ല എന്ന് കാണിച്ചു. അതായത് ഇപ്പോൾ ഈ കറുപ്പെന്ന് പറയുന്ന നിറത്തിനോട് എന്താ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ചെങ്കൊടിക്ക് കുഴപ്പമൊന്നുമില്ല, അത് കാണിച്ചാൽ പ്രശ്നമില്ല. കാരണം ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ഒരു സിമ്പലാണ് ചെങ്കൊടി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കാണിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ പക്ഷേ കരിക്കൊടി കാണിച്ചു പോയാൽ വലിയ കുഴപ്പമാണ്. അല്ലെ പച്ചക്കൊടി കാണിച്ചാലും പ്രശ്നമാണ്. ഇതുപോലെ അല്ലെ മഞ്ഞക്കൊടി. ഇത് ഞാൻ ചോദിക്കട്ടെ, അതിൽ കരിങ്കൊടിക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. കറുപ്പ് നിറം എവിടെ കണ്ടാലും വേഗിളി പിടിച്ചോടുകയാണ്. പോലീസുകാരും പിന്നെ മറ്റേ വേറെ ഗുണ്ടകളും എല്ലാം കൂടെ അങ്ങ് ചെന്ന് അറ്റാക്ക് ചെയ്യുക, എടുത്തിട്ട് ചാവിട്ടി കൂട്ടി നശിപ്പിച്ച്. മുഖ്യമന്ത്രിയുടെ ഗൺമാനൊക്കെയാണ് പോയി വലിയ വടിയും കൊണ്ടി എന്നിട്ട് അറിയുന്നത്. ഈ മുതിരയൊക്കെ പണ്ട് തല്ലും. മുതിര എന്ന് പറയുന്ന നമ്മുടെ ഒരു ധാന്യം ഉണ്ടല്ലോ, ഈ മുതിര എന്ന് പറയുന്നത് അത് മുതിര കായ്ച്ചു കഴിഞ്ഞിട്ട് അത് നിന്നുണങ്ങും. അതിനകത്ത് അങ്ങനെ ചെയ്യുന്ന ചെടി ഉൾപ്പെടെ പിഴുതെടുത്തുകൊണ്ട് വന്നിട്ട് ഒരു പനമ്പിനകത്തിടും, കൂട്ടിയിടും. എന്നിട്ട് വലിയ വടി വെച്ച്, ഞാനുമൊക്കെ പണ്ട് ചെയ്തിട്ടുള്ളതാണ്, ഇതിലിങ്ങനെ അറയും, ഭയങ്കരമായിട്ട് അടിക്കും. അങ്ങനെയാണ് ഈ മുതിര അന്നേരം അത് പൊട്ടിയെടുത്ത് റെഡിയായി. ഈ മുതിര അവസാനം ഈ മുതിര ഇതങ്ങ് ചണ്ടി അങ്ങ് മാറ്റി കഴിയുമ്പോൾ അകത്ത് മുഴുവൻ മുതിര കിടക്കും. കുറച്ച് മണ്ണൊക്കെ കാണും, അത് സൂക്ഷിച്ചില്ലെങ്കിൽ കാണും. അപ്പം ഇതുപോലെ, അതായത് ഈ മുതിര അടിക്കുന്ന ഓർമ്മയാണ് എനിക്ക് അവിടെ വന്നത്. ഈ പാവങ്ങളെ എടുത്തിട്ട് അടിക്കുന്ന കണ്ടപ്പോൾ ഏവര് ചെറുപ്പക്കാർ പിള്ളേർ ഇറങ്ങി ചെല്ലുകയാണ്. ഇത് പ്രതിഷേധം. ആ പ്രതിഷേധക്കാർ ചെയ്യുന്ന പണിയാണിത്. ഇതേപോലെ അറയുക, ചേടിച്ചട്ടി എടുത്ത് മണ്ട അടിച്ച് പൊട്ടിക്കുക. ഇതെല്ലാം ഈ കരിങ്കൊടി കാണിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ കരിങ്കൊടി ഒരു പ്രശ്നമല്ല, അത് ഒരു ഒഫൻസ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ പൊസിഷൻ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കരിങ്കൊടി കാണിക്കുന്ന ഒരു ഒഫൻസും അല്ല, ഒന്നുമല്ല. പിന്നെ പോലീസിന് എങ്ങനെ ഇടപെടാൻ പറ്റുമോ അതിനകത്ത്? പോലീസിന് പിന്നെ എങ്ങനെ ഇടാൻ പറ്റും? ഗുണ്ടയൊക്കെ ഇടപെടാൻ പറ്റുമോ? ഒരാൾ കരിങ്കൊടി കാണിച്ചിട്ട് പൊട്ടെന്ന് വിചാരിക്കണം. അതിന് പകരം എടുത്തിട്ട് അവരെടുത്തിട്ട് അടിക്കുക, അറിയുക. നവകേരളം കണ്ടല്ലോ, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കോടതിയുടെ ആ തീരുമാനം വളരെ ശ്ലാഘനീയമാണ് അത് വന്നത്. അതോടുകൂടി ഒരുപാട് പേർക്ക് ഇനി കരിങ്കൊടി കാണിക്കാനുള്ള അവസരം ചിലപ്പോൾ കിട്ടിയേക്കാം. അത് പക്ഷേ ഈ കാണിക്കാൻ പോകുന്നവന്മാർ DYFIക്കാരെയോ SFIക്കാരെയൊക്കെ ഒന്ന് നോക്കണം, എന്നിട്ടേ കാണിക്കാൻ പാടുള്ളൂ. അവരുടെ ആക്രമണത്തിൽ നിന്ന് നോക്കാം. കാരണം പോലീസ് ഇനി കരിങ്കൊടി കാണിക്കാൻ നിയമവിരുദ്ധമല്ലാത്തതുകൊണ്ട് പോലീസിന് ഇടപെടാൻ പറ്റത്തില്ല, പക്ഷേ ഗുണ്ടർക്ക് ഇടപെടാം. അങ്ങനെ കാര്യമുണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതായിട്ട് വന്ന ശ്രീ ആൻ്റണി രാജു, നമ്മുടെ മുൻ മന്ത്രിയായിട്ടിരുന്ന, ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല, MLA മാത്രമാണ്. ആൻ്റണി രാജുവിൻ്റെ അണ്ടർവെയർ പ്രശ്നമാണ് പൊങ്ങി വന്നേക്കുന്നത്. അതായത് ഈ ഏതോ ഒരു വിദേശ പൗരൻ, ഞാൻ അതിൻ്റെ ഫാക്ട്സ് പണ്ട് മനസ്സിലാക്കിയപ്പോൾ ഉള്ളതാണ്, അയാൾ മയക്കുമരുന്ന് കൊണ്ടുവന്നു എന്നുള്ളത് പിടിച്ചു. അയാളുടെ അണ്ടർവെയറിലാണ് അത് കീപ്പ് ചെയ്തിരുന്നത്, പിടിച്ചു വെച്ചു. അപ്പോൾ ഈ അണ്ടർവെയർ അന്ന് ശ്രീ ആൻ്റണി രാജു അഭിഭാഷകനാണ്, എനിക്ക് തോന്നുന്നത് ശ്രീമതി സെലീൻ വിൽഫ്രഡ്, അവരിപ്പോൾ ഇല്ല, വലിയൊരു ലോയറാണ്, ക്രിമിനൽ ലോയറായിരുന്നു. അവർ ഒരുപാട് വർഷങ്ങൾ പ്രോസിക്യൂട്ടറായിട്ടിരുന്നിട്ടുണ്ട്. എൻ്റെ മുമ്പിലൊക്കെ ഒരുപാട് കേസുകൾ നടത്തിയിട്ടുണ്ട്. അവർ പ്രോസിക്യൂഷന് വേണ്ടിയും വന്നിട്ടുണ്ട്, ഒരുപാട് പ്രതികൾക്കും വേണ്ടി ശ്രീമതി സെലിൻ വിൽഫ്രഡ് ആർഗ്യൂ ചെയ്തിട്ടുണ്ട്, കേസ് നടത്തിയിട്ടുണ്ട്, വിസ്തരിച്ചിട്ടുണ്ട്. വളരെ പ്രമുഖയായ ഒരു അഭിഭാഷകൻ തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് ബാറിൽ. അപ്പോൾ അവരുടെ ജൂനിയറായിരുന്നു ശ്രീ ആൻ്റണി രാജു എന്നാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് നേരിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ആരെന്നായിരിക്കും. ഏതായാലും ഈ ഒരു ആരോപണം വന്നത് സമയത്ത് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ വിസ്തരിക്കാൻ നേരത്ത് ഈ പറയുന്ന അണ്ടർവെയർ തൊണ്ടി മുതലാണല്ലോ, അത് കോടതിയിൽ എടുത്ത് കാണിച്ചു നോക്കിയപ്പോൾ എന്താണെന്നറിയുക, ഈ ഒരു കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അണ്ടർവെയറാണ് അത്. ഈ വലിയ വലിപ്പമുള്ള ശരീര വലിപ്പമുള്ള പ്രതിക്ക് ഒരിക്കലും ഇടാൻ ഒക്കത്തില്ല, അയാളുടെ ഒരു കാല് പോലും ഒതുക്കി കയറത്തില്ല, ആ രീതിയിലുള്ള ഒരു അണ്ടർവെയറാണ്. അപ്പോൾ ഇത് കള്ളക്കേസാണ് എന്ന് സ്ഥാപിച്ച് അയാൾ രക്ഷപ്പെടുത്തി. കാരണം ഈ അണ്ടർവെയറിനകത്താണ് ഇത് കീപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ മുഴുവൻ കള്ളമാണ്, ഈ ഒഫൻസ് നിൽക്കത്തില്ല എന്നുള്ള രീതിയിൽ അയാൾ ഊരിപ്പോയി. പക്ഷേ അതിനകത്തൊരു അലിഗേഷൻ വന്നത് അവിടുത്തെ തൊണ്ടി ക്ലാർക്കിനെ സ്വാധീനിച്ച് ശ്രീ ആൻ്റണി രാജുവാണ് ഇത് മാറ്റിയത് എന്ന് ഒരു അലിഗേഷൻ വന്നു. അതിൻ്റെ കേസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഏതായാലും
ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചു അദ്ദേഹം വിചാരണ നേരിടണം. വിചാരണ നേരിട്ടെ, കാരണം ഇതിന് എന്ത് എവിഡൻസാണ് കിട്ടുന്നതെന്നുള്ളത് എനിക്കറിയില്ല, എങ്ങനെ എവിഡൻസ് അതിന് കളക്ട് ചെയ്തു എന്നുള്ളതും എനിക്കറിഞ്ഞുകൂടാ. അതിൻ്റെ ബാക്കി കേസിനെ കുറിച്ച് എനിക്കറിയില്ല. ഏതായാലും അതും ഒരു രസകരമായ ഒരു തീരുമാനമായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ അണ്ടർവെയർ കേസ് ഇപ്പോൾ പൊങ്ങി വന്നേക്കുകയാണ്.